ഇത് ശാന്തി. പുനലൂർ നഗരവാസികൾക്ക് സുപരിചിതമായൊരു മുഖമാണിത്. 21 വർഷം, 9 പ്രസവം, 8 ആൺകുട്ടികൾ, ഒരു പെണ്ണ്. ആറാമൻ സച്ചു 5 വർഷം മുൻപ് പുനലൂരിലെ റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കുഴിയിലെ വെള്ളത്തിൽ വീണ് മരിച്ചു. ഇപ്പോൾ 8 മക്കളുള്ള ശാന്തിയുടെ ജീവിതം സാധാരണ മനുഷ്യർക്ക് വിശദീകരണം ആവശ്യമുള്ളൊരു ആശ്ചര്യചിഹ്നമാണ്. പെൺകുഞ്ഞിനെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്നവരുടെ കാലത്ത് ഒരു മകളെ കിട്ടാനാണ് ഈ അമ്മ പ്രസവിച്ചുകൊണ്ടേയിരുന്നത് എന്ന് കേൾക്കുമ്പോൾ മൂക്കത്ത് വിരൽ വച്ചേക്കാം. ജീവിതം കഴിച്ചുകൂട്ടാനുള്ള വരുമാനമോ അന്തി ഉറങ്ങാൻ കൂരയോ ഈ വലിയ കുടുംബത്തിനില്ല എന്നുകൂടി അറിയുമ്പോഴോ. അതെ, ഒരു പെണ്ണ് വേണം, ഒരു പെണ്ണ് വേണം, ഒരു പെണ്ണ് വേണമെന്നിരുന്നിട്ട ഒരു പെണ്ണായ. എനിക്ക് പെൺപിള്ളാരോടാ ഇഷ്ടം, എനിക്ക് ആൺപിള്ളാരോട് ഇഷ്ടമല്ല. ആൺപിള്ളാരോട് ഇഷ്ടമല്ല കരുടയും. 9 പ്രസവിച്ച ശാന്തിക്ക് 8ാം ഊഴത്തിലാണ് പെൺകുഞ്ഞിനെ കിട്ടിയത്. എന്നിട്ടും അവർ പ്രസവ സപര്യ തുടർന്നു. പെൺകുട്ടിക്ക് ശേഷം വന്ന കുഞ്ഞിന് ഇപ്പോൾ 2.5 വയസ്സ്. പുനലൂർ നഗരത്തിലെ തെരുവുകളിൽ ശാന്തിയുടെ മക്കളെ മിക്കപ്പോഴും കൂട്ടത്തോടെ കാണാം. 20കാരൻ ഷിബു മുതൽ 7 വയസ്സുകാരൻ റെമോ വരെ ഈ സംഘത്തിലുണ്ട്. ആൺകുട്ടിയുണ്ടാവാൻ കുടുംബങ്ങൾ നേർച്ച നേരുകയും പെൺകുട്ടികളെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഇക്കാലത്ത് എന്തിനാണ് മകളെ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടിയതെന്ന് ചോദിക്കൂ. ശാന്തിക്കൊരു മറുചോദ്യമുണ്ട്. നമ്മൾ കിടന്ന നാളെ ഒരു ഗ്ലാസ് വെള്ളം തരണമെങ്കിൽ അതേ തരും. ഈ ഇവന്മാര് നമുക്ക് തരുമോ? തരത്തില്ല. ഇന്ന് ഇവരോട് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് മോളെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം മുക്കിക്കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഇവിടെ മുക്കിക്കൊണ്ടുവരും. ഇവ മുക്കിക്കൊണ്ടുവരുമോ? ഇല്ലല്ലോ. അത്രയും നീണ്ടുപോയത് അതില. എനിക്ക് ആണുങ്ങളോട് വെറുപ്പാണ് എന്നുകൂടി ശാന്തി പറയും. ജീവിതം ശാന്തിയെ പഠിപ്പിച്ചത് അതാണ്. സ്വദേശമായ തമിഴ്നാട്ടിലെ തേങ്ങാപട്ടണത്തിൽ നിന്ന് കൗമാരത്തിൽ മാതാപിതാക്കളോടൊപ്പം അതിർത്തി കടന്നെത്തിയതാണ് ശാന്തി. അച്ഛൻ പിന്നീട് മരിച്ചു. അമ്മ നഗരത്തിലെ ചില കടകളിൽ വെള്ളം കോരിക്കൊടുത്ത് ഇപ്പോഴുമുണ്ട്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന പുറമ്പോക്ക് ഭൂമിയിലാണ് വർഷങ്ങൾ ശാന്തി ജീവിച്ചത്. കരിപ്പുറം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്താണ് ശാന്തിയുടെ കൗമാരം തഴച്ചത്. തികഞ്ഞ ദാരിദ്ര്യത്തിലും കുട്ടികളെ ചെറു ക്ലാസുകളിലെങ്കിലും പഠിപ്പിക്കാൻ ശാന്തി തയ്യാറായി. 5-ൽ 7-ലൊക്കെ പഠിച്ചവരുണ്ട്. ഷിബു 7 വരെയും പഠിച്ചു. ബാക്കിയുള്ളവർ 4-ലൊക്കെ പഠിച്ചു. അവരെ ഞാൻ റോമ സ്കൂളിലാക്കിയത്. ഭർത്താവുമൊത്തുണ്ടായിരുന്ന ജീവിതത്തെപ്പറ്റി ശാന്തി പറയുന്നത് ഇങ്ങനെ. നല്ലപോലെയൊക്കെ തന്നെ ആലോചിച്ച് തന്നെ നല്ലൊരു ജീവിതത്തിൽ കൂടെ കെട്ടിച്ചേക്ക നല്ല ഒരു ജീവിതം തന്നെയായിരുന്നു. അങ്ങനെ ആങ്ങളൊക്കെ റെയിൽവേയിൽ പണിയൊക്കെ ഉണ്ടായിരുന്നു. പണിയൊക്കെ ഉള്ളപ്പം എന്റെ മോൻ ഷിബുവിന്റെ അച്ഛന് അന്ന് ഞങ്ങൾ ഓട്ടോ ഒക്കെ എടുത്തു കൊടുത്ത് നല്ല ജീവിതത്തിൽ കൂടെ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. നല്ലതുപോലെയൊക്കെ കുറച്ച് ദിവസമൊക്കെ ജീവിച്ചു. പിന്നെ അവൻ കുടിയും തുടങ്ങി. അവൻ വേണ്ടാത്ത പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധവുമായി. പിന്നെ അങ്ങനെ ആ ബന്ധം അങ്ങോട്ട് വേണ്ടെന്ന് ഞാൻ തന്നെ പോലീസുകാരോട് പറഞ്ഞു കൊടുത്ത് ഞാൻ തന്നെ അവസാനിപ്പിച്ചതാണ്. പുനലൂർ നഗരത്തിലെ തെരുവുകൾക്ക് സുപരിചിതയാണ് ശാന്തി. ഞാൻ പിന്നെ കഴിഞ്ഞുകൂടി പോകുന്നതൊക്കെ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാം. നാട്ടിലെ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ. ചിലരൊക്കെ സഹായിക്കുമായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ സഹായിക്കാൻ ആരുമില്ല. 6 വർഷം മുമ്പ് വരെ ശാന്തിയും കുട്ടികളും അന്തി ഉറങ്ങിയിരുന്ന പുറമ്പോക്കിലെ കുടിൽ ഇന്നില്ല. അത് RPFന്റെ സഹായത്തോടെ റെയിൽവേ ഒഴിപ്പിച്ചപ്പോൾ നഗരത്തിലെ ഒരു കച്ചവടക്കാരന്റെ പറമ്പിലെ പൊളിഞ്ഞു വീഴാറായൊരു കുഞ്ഞു വീടിന്റെ തിണ്ണയിലേക്ക് കുഞ്ഞുങ്ങളുമായി ശാന്തി കയറിപ്പറ്റി. അവിടെയാണ് അമ്മയും മക്കളും ഇന്ന് രാത്രി കഴിയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ താഴെ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയാണല്ലോ താമസിച്ചത്. അവിടെ താമസിച്ചിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് ഇപ്പൊ 6 വർഷമായി. 6 വർഷം കഴിഞ്ഞു. പിന്നെ നമുക്ക് സഹായിക്കാനും എടുക്കാനും ആരും ഇല്ലല്ലോ. അങ്ങനെ ഇവിടെ ഈ പിന്നെ കയറി കിടക്കുന്നു. അല്ല ഇവിടെ ആരുണ്ട്? എനിക്ക് ആരും. പുലർന്നാൽ 10 മണിയോടെ ശാന്തി തെരുവിലേക്ക് ഇറങ്ങും. ആക്രി പെറുക്കൽ, ചില വീടുകളിലെ തുണിയലക്കൽ തുടങ്ങിയവയിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ആകെയുള്ളത്. ഒന്നെങ്കിൽ ആക്രി പെറുക്കാൻ പോവും, അല്ലെങ്കിൽ ആർക്കെങ്കിലും വല്ല തുണി എഴുതി കൊടുക്കോ എടുക്കാവോ എന്തോത്തിരെങ്കിലും ജോലിക്ക് വിളിച്ചാൽ പോവും. രാവിലെ വൈകിട്ടും ടൗണിലോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഈ 20 വയസ്സായവനും പഠിക്കും, മറ്റവനും പഠിക്കും. ആരും പഠിക്കും. പോകുന്നത് ആരോഗ്യമുള്ളവളും ഞാൻ മാത്രം. ഞാൻ പോയാൽ മാത്രമേ എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ വീട്ടിൽ ഇനി ഞാൻ പോയി ഇറങ്ങി നിൽക്കും. ഒരു പാല് വേണം, അവനക്കുള്ള എല്ലാ കാര്യങ്ങളും അതിന് ഇനി ഞാൻ ഇറങ്ങണം. നഗരവാസികൾക്ക് ശാന്തിയെ അറിയാം. 5 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന ആകർഷണീയമായ രൂപമല്ല ഇപ്പോൾ. ആരോഗ്യം ക്ഷയിക്കുകയാണ്. മക്കൾ വളർന്നു. ഒരു പുനരധിവാസത്തിന്റെ താങ്ങ് ഇപ്പോൾ ശാന്തി പ്രതീക്ഷിക്കുന്നു. പല ട്രിപ്പും വിചാരിച്ചിട്ടുണ്ട്, എന്തിനെങ്ങനെ ജീവിതം അവസാനിപ്പിച്ചാലും ഇപ്പം കൂടെ ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ നിമിഷം കൂടെ ഉണ്ട്. എന്തോത്തിനെങ്ങനെ ആരെയും കൊണ്ട് ഓണത്തിന് ഒരു ഇത് ഇല്ലാതിരിക്കണം. അങ്ങനെ എവിടെയെങ്കിലും പോയി ജീവിതം ഒടിക്കാൻ കൂടെ ഉണ്ടെന്ന് ഇപ്പൊ ഈ കിട്ടി എനിക്കുണ്ട്. മൂത്തവന് 20 വയസ്സുണ്ട്, ഇളയവന് 18 വയസ്സുണ്ട്. ഇങ്ങനെ ഓരോ ആൾക്കാർക്കും ഉണ്ട്. അവരൊക്കെ ഇനി ജീവിക്കാറായില്ലേ, പിന്നെ ഇനി എനിക്കെന്തോ ജീവിതം?
പിന്നെ ഒരു പെങ്കൊച്ച് കയറി കിടക്കാൻ ഒരു കിടക്കാടയില്ലെന്ന് ഒരു അങ്ങനെ ഓരോ പ്രയാസം. പിന്നെ സഹായിക്കാൻ ആരില്ല. പിന്നെ ഒന്നെങ്കിൽ തയ്യൽ മെഷീൻ തയ്ക്കുന്ന ഇതിലെന്തെങ്കിലും ഒന്ന് ചെയ്ത് വീട്ടിലിങ്ങനെ സ്വയമായിട്ട് ഇരിക്കണമെന്ന് ഉണ്ട്. പിന്നെ അല്ലാതെ എങ്ങനെ ജീവിക്കാനാ? വനിതാ ദിനം ആഘോഷിക്കുകയാണ് നാം. അറിയുക, ദുരിതം മാത്രം പേറുന്ന ജീവിതവുമായി നമുക്ക് ചുറ്റും ഇങ്ങനെ ചിലരുണ്ട്. സാഹചര്യങ്ങൾ അവരെ കൊണ്ട് എത്തിച്ചത് എവിടെയെന്ന് അവർക്ക് തന്നെ ധാരണയില്ല. ഇത്തരത്തിൽപ്പെട്ട ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും വീശാൻ സാധിക്കുന്നതാവട്ടെ ഇത്തവണത്തെ വനിതാ ദിനം.